നമസ്കാരം, ഞാൻ റജിന ഇസ്മായിൽ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. സിറ്റി ബഹ്റൈൻ മനാമയിലെ ആഗോള സാങ്കേതിക കേന്ദ്രം വികസിപ്പിക്കുന്നു. ബഹ്റൈൻ സുസ്ഥിര വികസന മന്ത്രി നൂർ ബിന്ത് അലി അൽ ഖലൈഫിന്റെ സാന്നിധ്യത്തിൽ സിറ്റി ബാങ്ക് ബഹ്റൈൻ ബ്രാഞ്ച് മനാമയിലെ തങ്ങളുടെ ആഗോള സാങ്കേതിക കേന്ദ്രത്തിന്റെ വിപുലീകരണം പ്രഖ്യാപിച്ചു. പ്രതിഭകളുടെ ഒരു പുതിയ തരംഗത്തെ നിർമ്മിക്കാനുള്ള സിറ്റിയുടെ തന്ത്രപരമായ പദ്ധതികളുമായി ഒരു സുപ്രധാന നാഴികക്കല്ല് യോജിക്കുന്നു. ബഹ്റൈൻ ഹബിനായി 10 വർഷത്തെ കാലയളവിൽ 1000 കോഡിംഗ് ജോലികൾ അനുവദിക്കുക എന്ന ലക്ഷ്യത്തിന് അനുസൃതമായി ഗണ്യമായ എണ്ണം പ്രോഗ്രാമർമാരെയും കോഡർമാരെയും ഹബ് ഇതിനകം ചേർത്തിട്ടുണ്ട്. മേഖലയിലെ ആദ്യത്തേതായി അടയാളപ്പെടുത്തുന്ന ഈ ഹബ് 2021 ബഹ്റൈൻ സാമ്പത്തിക വികസന ബോർഡ്, സെൻട്രൽ ബാങ്ക് ഓഫ് ലേബർ എന്നിവയുമായുള്ള പങ്കാളിത്തത്തിൽ സ്ഥാപിതമായി. ഈ വിപുലീകരണം ഇലക്ട്രോണിക് ട്രേഡിംഗ്, ഇ-കൊമേഴ്സ്, ബിഗ് ഡാറ്റ, AI തുടങ്ങിയ മേഖലകളിൽ പ്രാദേശികമായും ആഗോളമായും സിറ്റിയുടെ ഡിജിറ്റൽ കഴിവുകൾ വർദ്ധിപ്പിക്കുമെന്നും ദ്വീപ് രാഷ്ട്രീയത്തിന്റെ വളർന്നുവരുന്ന ഒരു സാങ്കേതിക വിദ്യ സാമ്പത്തിക കേന്ദ്രം എന്ന ഖ്യാതി ഉറപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഷെയ്ഖ് നാസർ ബിൻ ഹമദ് യൂത്ത് സിറ്റി 2030 സന്ദർശിച്ചു. രാജാവിന്റെ മാനുഷിക പ്രവർത്തനത്തിനും യുവജന കാര്യത്തിനുമുള്ള പ്രതിനിധിയായ ഹിസ് ഹൈനസ് ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ, സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് സെക്രട്ടറി ജനറൽ എയ്മൻ ബിൻ തൗഫീഖ്, യുവജന കാര്യമന്ത്രി റാവൻ ബിൻ നജീബ് തൗഫീഖി എന്നിവർക്കൊപ്പം യൂത്ത് സിറ്റി 2030 സന്ദർശിച്ചു. യുവാക്കളെ ശാക്തീകരിക്കുന്നതിനും സമഗ്രമായ ദേശീയ വികസനത്തെ പിന്തുണയ്ക്കുന്നതിൽ അവരുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിനുമുള്ള രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ദർശനത്തിന്റെ വ്യക്തമായ രൂപമാണ് യൂത്ത് സിറ്റി 2030 എന്ന് സന്ദർശന വേളയിൽ ഷെയ്ഖ് നാസർ അറിയിച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ നേതൃത്വം നൽകുന്ന ഈ പദ്ധതിയിലൂടെ യുവാക്കളുടെ ഭാവിയെ കാര്യക്ഷമമായും ആത്മവിശ്വാസത്തോടെയും നയിച്ച് കഴിവുള്ളതും യോഗ്യതയുള്ളതുമായ ഒരു ദേശീയ തലമുറയെ തയ്യാറാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്നും ഷെയ്ഖ് നാസർ കൂട്ടിച്ചേർത്തു. IYCC നോർക്ക റൂട്ട്സ് ക്ലാസ് സംഘടിപ്പിച്ചു. നോർക്ക റൂട്ട്സിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ചും പ്രവാസി ക്ഷേമനിധിയെക്കുറിച്ചും ബോധവൽക്കരണം നൽകുന്നതിനായി ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റൈൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ പ്രവർത്തിക്കുന്ന നോർക്ക സബ് സെന്ററുമായി സഹകരിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ്സ് ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത്. നോർക്ക റൂട്ട്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രവാസി മലയാളികൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങളെക്കുറിച്ചും പ്രവാസി ക്ഷേമനിധി പദ്ധതിയെക്കുറിച്ചും നോർക്ക ഇൻചാർജ് സക്കറിയ, ബഹ്റൈൻ കേരളീയ സമാജം ചാരിറ്റി വിംഗ് കൺവീനർ KT സലീം എന്നിവർ വിശദീകരിച്ചു. IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി സ്വാഗതവും ദേശീയ ട്രഷറർ ബെൻസി ഗരിയൂട്ട് നന്ദിയും പറഞ്ഞു. IYCC പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി ആളുകൾ ക്ലാസിൽ പങ്കെടുത്തു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റൈൻ പ്രതിഭയുടെ 30ാമത് കേന്ദ്ര സമ്മേളനം 2025 ഡിസംബർ 19 സഖാവ് സീതാറാം യെച്ചൂരി നഗറിൽ വെച്ച് നടക്കും.
ബഹ്റൈനിലെ സാമൂഹിക കലാ സാംസ്കാരിക ജീവകാരുണ്യ കായിക രംഗത്ത് ശബ്ദമില്ലാത്തതിന്റെ ശബ്ദമായി കഴിഞ്ഞ 40 വർഷത്തിൽ ഏറെയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹ്റൈൻ പ്രതിഭയുടെ 30ാമത് കേന്ദ്ര സമ്മേളനം 2025 ഡിസംബർ 19-ന് സഖാവ് സീതാറാം യെച്ചൂരി നഗറിൽ വെച്ച് നടക്കും. സമ്മേളനത്തിന് അനുയോജ്യമായ ലോഗോ ക്ഷണിക്കുന്നതായും ഓഗസ്റ്റ് 5-ന് മുൻപ് അയച്ചു കിട്ടുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ലോഗോയ്ക്ക് ഉചിതമായ സമ്മാനം നൽകുന്നതാണെന്നും പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴ, പ്രസിഡന്റ് ബിനു മണ്ണിൽ എന്നിവർ അറിയിച്ചു. ബഹ്റൈന് പുറത്തുള്ളവർക്കും ലോഗോ അയക്കാവുന്നതാണ്. അയക്കേണ്ട ഇമെയിൽ വിലാസം bphelpdesk@gmail.com. OICC എറണാകുളം ജില്ലാ കാവ്യ സംഗമം സംഘടിപ്പിച്ചു. ബഹ്റൈൻ OICC എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ കലാവിഭാഗമായ കലാവേദിയുടെ നേതൃത്വത്തിൽ കാവ്യസംഗമം എന്ന പേരിൽ കവികളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചു. ബഹ്റൈനിലെ അറിയപ്പെടുന്ന കവികളും സാംസ്കാരിക പ്രവർത്തകരും ഒത്തുചേർന്ന സദസ്സ്. ഈ സദസ്സിൽ ബഹ്റൈനിലെ അറിയപ്പെടുന്ന കവികൾ അവരുടെ കവിതകൾ അവതരിപ്പിക്കുകയും കവിതകളെ കുറിച്ച് ചർച്ചയും വിശകലനങ്ങളും നടത്തുകയും ചെയ്തു. കവികളായ ദീപ ജയചന്ദ്രൻ, ആശ രാജീവ്, മോഹൻ പുത്തൻചിറ, സിബി ഇലവുംപാലം, ആദർശ് മാധവൻകുട്ടി, ഹേമ വിശ്വംഭരൻ, EV രാജീവൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. കൂടാതെ SV ബഷീർ, ജോർജ് വർഗീസ് എന്നിവർ കവിതകളെ വിലയിരുത്തി സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ രഞ്ജൻ ജോസഫ് നിയന്ത്രിച്ച പരിപാടിയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അൻസൽ കൊച്ചൂടി സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ജലീൽ മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ OICC ദേശീയ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് ജവാദ് വക്കം, ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, ജില്ലയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജേക്കബ് തെക്കുന്തോട്, പ്രിയദർശിനി ബഹ്റൈൻ കോർഡിനേറ്റർ സെയ്ദ് MS എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ദേശീയ വൈസ് പ്രസിഡന്റ് സിൻസൻ പുലിക്കോട്ടിൽ നന്ദി രേഖപ്പെടുത്തി. സാബു പൗലോസ്, സൽമാൻ ഫാരിസ് എന്നിവരും പങ്കെടുത്തു. കേരളത്തിന്റെ വിപ്ലവ സൂര്യന് ആദരാഞ്ജലികൾ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അന്തരിച്ചു. 101 വയസ്സായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായ അദ്ദേഹത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും സന്ദർശിച്ചിരുന്നു. തിരുവനന്തപുരം SUT ആശുപത്രിയിലായിരുന്നു VS അച്യുതാനന്ദൻ ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതു മുതൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് VS കഴിഞ്ഞത്. കേരള രാഷ്ട്രീയത്തിലെ വിപ്ലവ സൂര്യൻ സഖാവ് VS അച്യുതാനന്ദന് ബഹ്റൈൻ മീഡിയ സിറ്റി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. VSന്റെ വിയോഗം നാളെ പൊതു അവധി. സംസ്ഥാനത്ത് 3 ദിവസം ദുഃഖാചരണം. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചിച്ച് സംസ്ഥാനത്ത് നാളെ പൊതു അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 3 ദിവസം ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴയിൽ നടക്കും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ കൊല്ലം പ്രവാസി അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ കൊല്ലം പ്രവാസി അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളിയും കേരളത്തിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്ത VS തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും നേതാവായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. തീക്ഷ്ണ സമരങ്ങളുടെ ഫലമായി ജയിൽ ജീവിതം അനുഭവിച്ചിരുന്നു. VSന്റെ നിര്യാണത്തിലൂടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഒരു യുഗം അവസാനിക്കുകയാണ്. VSന്റെ നിര്യാണത്തിൽ കേരള ജനതയുടെ ദുഃഖത്തിൽ കൊല്ലം പ്രവാസി അസോസിയേഷനും പങ്കുചേരുന്നു. നേരിന്റെ നായകന് ബഹ്റൈൻ AKCCയുടെ പ്രണാമം. അഴിമതിക്കെതിരായ പടയുടെ നായകനും കേരള മുഖ്യനുമായിരുന്ന സഖാവ് VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ബഹ്റൈൻ AKCCയുടെ ആദരാഞ്ജലികൾ. സാമൂഹിക
പ്രതിബദ്ധതയിലൂടെയും രാഷ്ട്രീയ സമർപ്പണത്തിലൂടെയും ഉയർന്നുവന്ന ജനശബ്ദമായിരുന്നു സഖാവ് VS എന്ന് AKCC പ്രസിഡന്റും ഗ്ലോബൽ സെക്രട്ടറിയുമായ ചാൾസ് ആലുക്ക പറഞ്ഞു. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ഉയർന്നുവന്ന മഹാപ്രതിഭയായിരുന്നു സഖാവ് VS എന്ന് ജനറൽ സെക്രട്ടറി ജീവൻ ചാക്കോ ഓർമ്മിച്ചു. ഓൺലൈനിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ചാൾസ് ആലുക്ക അധ്യക്ഷനായിരുന്നു. എന്നും വിപ്ലവ യൗവനം ചിന്തയിലും മനസ്സിലും നിറച്ച് ഒരു നാടിന് വെളിച്ചമായി മാറിയ മഹാസഖാവിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ജിബി അലക്സ്, ജോൺ ആലപ്പാട്ട്, മോൻസി മാത്യു, ജസ്റ്റിൻ ജോർജ്, അലക്സ് കൊറിയ, ജെൻസൺ ദേവസി, രതീഷ് സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. ജീവൻ ചാക്കോ സ്വാഗതവും പോളി വിധേയത്തിൽ നന്ദിയും പറഞ്ഞു. അതുല്യയുടെ ആത്മഹത്യ. ഭർത്താവ് സതീഷ് ശങ്കറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ മലയാളി യുവതി അതുല്യയുടെ ഭർത്താവ് സതീഷ് ശങ്കറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയറായ സതീഷിനെ പിരിച്ചുവിട്ടെന്ന് കമ്പനി അറിയിക്കുകയായിരുന്നു. സതീഷിന്റെ പീഡനം മൂലമാണ് അതുല്യ ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളുടെ പരാതി. സതീഷ് ഉപദ്രവിക്കുന്നതിന്റെയും അസഭ്യം പറയുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ അതുല്യ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു. ഈ വീഡിയോയുടെയും കുടുംബാംഗങ്ങളുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് സതീഷിനെ പിരിച്ചുവിട്ടതെന്ന് കമ്പനി പറഞ്ഞു. 1 വർഷം മുൻപാണ് ഇയാൾ ഇവിടെ ജോലിക്ക് ചേർന്നത്. അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയിൽ സതീഷിനെതിരെ ചവറ തെക്കുംഭാഗം പോലീസ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തു. ഇതിനു പുറമെ സ്ത്രീധന പീഡനം, കൈകൊണ്ടും ആയുധം കൊണ്ടും ശരീരത്തിൽ മാരകമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങി 6-ലധികം വകുപ്പുകളും സതീഷിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ഷാർജ പോലീസിലും പരാതി നൽകുമെന്ന് അതുല്യയുടെ ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. ശനിയാഴ്ചയാണ് കൊല്ലം തേവലക്കര കോയവിള മേലെഴുത്ത് ജംഗ്ഷൻ അതുല്യ ഭവനിൽ S. രാജശേഖരൻ പിള്ളയുടെ മകൾ T. അതുല്യ ശേഖരനെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 15 സുപ്രധാന ബില്ലുകൾ പാർലമെന്റിൽ. ചോദ്യങ്ങളുടെ കെട്ടുമായി പ്രതിപക്ഷം. വാർഷികകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. 1 മാസം നീണ്ടു നിൽക്കുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. പഹൽഗാം ഭീകരാക്രമണം, ഇന്ത്യ പാക് സംഘർഷത്തിൽ ട്രംപിന്റെ ഇടപെടൽ, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം, എയർ ഇന്ത്യ വിമാനാപകടം തുടങ്ങിയ വിഷയങ്ങൾ ശക്തമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ ഇതുവരെ പിടികൂടാത്തതും ഓപ്പറേഷൻ സിന്ദൂരിൽ ട്രംപിന്റെ അവകാശവാദങ്ങളും പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ചേക്കും. കൂടാതെ ഇന്ത്യ പാക് സംഘർഷത്തിൽ ട്രംപ് ഉന്നയിക്കുന്ന അവകാശവാദത്തിൽ കേന്ദ്രത്തിന്റെ മറുപടിയും പ്രതിപക്ഷം ആരായും. എയർ ഇന്ത്യ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് വ്യോമയാന മന്ത്രാലയത്തിന്റെ ഉത്തരം തേടി 50ഓളം ചോദ്യങ്ങൾ MP-മാർ തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്ത മാസം 21 വരെ അവധികൾ ഒഴിച്ചു നിർത്തിയാൽ 21 സിറ്റിംഗ് ആണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ 15 ബില്ലുകൾ പാർലമെന്റിന്റെ പരിഗണനയിൽ വരും. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.